Hello, very good morning all. Today's class we will start a new topic, miscellaneous drugs. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ല, പക്ഷേ പലതരത്തിലുള്ള ഉപയോഗങ്ങളുള്ള കുറേ മെഡിസിൻസിൻ്റെ ഒരു കാറ്റഗറി നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് മിസ്ലേനിയസ് ഡ്രഗ്സ്. ഇൻ ദാറ്റ് വി വിൽ ഡിസ്കസ് 3 drugs. One is licorice, another one is garlic and ശംഖുപുഷ്പി. Okay, let's start. ലിക്യുറൈസ് സിനോണിം റാഡിസ് ഗ്ലൈസറിസ് സ്വീറ്റ് ലിക്യുറൈസ്. മലയാളത്തിൽ നമ്മൾ ഇരട്ടി മധുരം എന്ന് പറയും, തമിഴിലാണെങ്കിൽ ഇതിന് അതിമധുരം എന്ന് പറയും, സംസ്കൃതത്തിൽ എഷ്ടിമധു, ആൻഡ് ഹിന്ദിയിലാണെങ്കിൽ ഇതിന് മുളൈത്തി എന്നുമാണ് എൻ്റെ പേര്. ബയോളജിക്കൽ സോഴ്സ് ലിക്യുറൈസ് കൺസിസ്റ്റ് ഓഫ് സബ്റ്ററാനിയൻ പീൽഡ് and unpeeled stolons, roots and subterranean stems of Glycyrrhiza glabra belongs to the family Leguminosae. അതായത് ഇതിൻ്റെ റൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതിനോടൊപ്പം തന്നെ അടിയിൽ വളരുന്ന സ്റ്റെംസിൻ്റെ പാർട്ടും അതുപോലെ സ്റ്റോളൻസും യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ജോഗ്രഫിക്കൽ സോഴ്സ് ഇറ്റ് ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ ചൈന, യൂറോപ്പ്, ഇന്ത്യ, ഇറാഖ്, ജപ്പാൻ, കുർദിസ്ഥാൻ, സ്പെയിൻ ആൻഡ് ടർക്കി. Let's discuss the morphological characters. The medicinal parts of the plant are the unpeeled dried roots and the rhizomes. Rhizomes are underground stem, and the unpeeled rhizomes or roots are yellowish brown in color externally, while the peeled varieties are pale yellow in color, then faint and characteristic odor, സ്വീറ്റ് ടേസ്റ്റ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഇരട്ടി മധുരം അല്ലെങ്കിൽ അതിമധുരം എന്ന് പറയുമ്പോൾ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. And 20 to 25 centimeter length and 2 centimeter diameter, cylindrical shape, fracture fibrous in the bark and splintery in the wood. And unpeeled shows the presence of small buds, scaly leaves, longitudinally wrinkled. Peeled drug is fibrous without wrinkles. Chemical constituents of licorice. Licorice contains triterpenoid saponins. സാപ്പണിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സാപ്പണിൻസ് ആർ ഗ്ലൈക്കോസൈഡിക് കോമ്പൗണ്ട്സ് ഒക്യൂറിങ് അബൻഡൻ്റ്ലി ഇൻ ദ പ്ലാന്റ് കിങ്ഡം. അതായത് ചില പ്ലാന്റ്സിൽ ഈ ഫ്രോത്ത് ഫോമിങ് കപ്പാസിറ്റി ഉള്ള ചില കോമ്പൗണ്ട്സ് ഉണ്ട്. ഫ്രോത്ത് ഫോമിംഗ് എന്ന് പറഞ്ഞാൽ പതയുന്ന തരത്തിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വിച്ച് ഫോംസ് വെൻ ഷേക്കൻ വിത്ത് വാട്ടർ. അപ്പോൾ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ സാപ്പോണിൻസ് എന്ന് പറയുന്നത്. സോപ്പിംഗ് ആയൊക്കെ ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ്. ഇപ്പോൾ ഡിറ്റർജൻറ്റ് ആക്ടിവിറ്റി ഉള്ള അങ്ങനത്തെയുള്ള ചില കോമ്പൗണ്ട്സ് ചില പ്ലാന്റ്സിലുണ്ട്, നാച്ചുറലി ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളതിലുള്ള ട്രൈടെർപിനോയിഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അതായത് ട്രൈടെർപിനോയിഡ് ടൈപ്പ് ഒരു ഗ്ലൈക്കോസൈഡ്സ് ആണ്, വിച്ച് ഈസ് നോൺ ആസ് ട്രൈടെർപിനോയിഡ് സാപ്പണിൻസ്. അപ്പോൾ അതിലുള്ള ലിക്രോയിസിലുള്ള കോമ്പൗണ്ടാണ് ഗ്ലൈസറിസിൻ എന്ന് പറയും. ഇറ്റ് ഈസ് എ ട്രൈടെർപിനോയിഡ് സാപ്പണിൻ പ്രസൻറ്റ് ഇൻ ലിക്രോയിസ്. The glycyrrhizin is otherwise known as glycyrrhizic acid. It is a sweet tasting compound, and this compound is 50 times sweeter than sucrose, which is available in the form of white crystalline powder. നമ്മൾ ഇരട്ടി മധുരം എന്ന് പറയുമ്പോൾ തന്നെയല്ലേ അത് ഇരട്ടി മധുരം അല്ലെങ്കിൽ അതിമധുരം എന്ന് ആ വേർഡിൽ തന്നെയുണ്ട് അല്ലേ. സോ ദിസ് കോമ്പൗണ്ട് ഇസ് 50 times sweeter than sucrose. അതായത് ഇതൊരു സാപ്പോണിൻ ടൈപ്പ് കോമ്പൗണ്ട് ആണ്. സാപ്പോണിൻസിൽ തന്നെ ട്രൈടെർപിനോയിഡ് സാപ്പോണിൻസ് ആണ്. ആൻഡ് ഈ ഒരു ഗ്ലൈസറിസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇറ്റ് ഈസ് എ കാൽസ്യം ആൻഡ് പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഗ്ലൈസറിസിനിക് ആസിഡ്. ആൻഡ് ഗ്ലൈസറിസിനിക് ആസിഡ് അപ്പോൺ ഹൈഡ്രോളൈസിസ് വിൽ ഗീവ് ഗ്ലൈസറിറ്റിക് ആൻഡ് ഗ്ലൈസറിറ്റിനിക് ആസിഡ്. ദെൻ ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ certain flavonoid compounds like licoritin and isolicoritin. ഇനി ഇതിൻ്റെ ഒരു സെമി സിന്തറ്റിക് ഡെറിവേറ്റീവ് ഉണ്ട്, വിച്ച് ഇസ് നോൺ ആസ് കാർബിനോക്സലോൺ. ഇറ്റ് ഈസ് ആൻ ഒളിയാൻറ്റൈൻ ഡെറിവേറ്റീവ് പ്രിപ്പേർഡ് ഫ്രം ഗ്ലൈസറിസ വിച്ച് ഹാസ് ആൻറ്റി അൾസർ ആക്ടിവിറ്റി. സെമി സിന്തറ്റിക് ഡെറിവേറ്റീവ് ആണ്, മിനറലോ കോർട്ടിക്കോയിഡ് ആക്ടിവിറ്റിയാണ് അതിനുള്ളത്. അൾസറിനുള്ള ഒരു കോമ്പൗണ്ടാണ് കാർബിനോക്സലോൺ. ഓക്കെ, സോ ദീസ് ആർ ദ കെമിക്കൽ കോൺസ്റ്റൻറ്റ്സ് ഓഫ് ലിക്വറൈസ്. അപ്പോൾ ലിക്വറൈസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഗ്ലൈസറിസിൻ. ഗ്ലൈസറിസിൻ ഈസ് അതർവൈസ് നോൺ ആസ് ഗ്ലൈസറിസിക് ആസിഡ്, ആൻഡ് ദിസ് ഗ്ലൈസറിസിക് ആസിഡ് ഈസ് എ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഗ്ലൈസറിസിനിക് ആസിഡ്, ആൻഡ് ദിസ് കോമ്പൗണ്ട് ഈസ് 50 times sweeter than sucrose. ഓക്കെ, uses of licorice. It is used as a expectorant and emulsant. Expectorant എന്ന് പറഞ്ഞാൽ എന്താ? The medicine that promote the expulsion of mucus or sputum, and it is used to treat the കഫ്. അതായത് ആൻറ്റിടെസീവ് കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മുടെ തൊണ്ടയിലുള്ള ആ ഒരു കഫത്തിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാറ്റഗറിയിലുള്ള ഡ്രഗ്സിനെയാണ് നമ്മൾ എക്സ്പെക്ടോറൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ ഡെമൽസെൻറ്റ്. എന്താണ് ഡെമൽസെൻറ്റ്? അതായത് എനി ഏജൻറ്റ് വിച്ച് റിലീവ് ദ ഇൻഫ്ലമേഷൻ ഓർ ഇറിറ്റേഷൻ ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ. അതായത്
ആ ഒരു സൂത്തിങ് എഫക്റ്റ് പോലെ നമുക്കൊരു ഫിലിം പോലെ ഫോം ചെയ്തിട്ട് നമുക്കൊരു ചുമയൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു ഇറിറ്റേഷൻ മാറിയിട്ട്, അതായത് ആ ഇൻഫ്ലമേഷൻ റിലീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പാട്ടുകാരൊക്കെ ഇരട്ടി മധുരം കഴിക്കണമെന്ന് കേട്ടിട്ടില്ലേ? ശബ്ദം നന്നാവാനായിട്ട്, ശബ്ദമാധുര്യത്തിന് വേണ്ടിയിട്ട് ഇരട്ടി മധുരം കഴിക്കാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഉണ്ട്, എക്സ്പെക്ടോറൻ്റ് ആക്ടിവിറ്റി ഉണ്ട്, ഡിമൽസൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്പ്യൂട്ടമൊക്കെ മ്യൂക്കസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ കഫം കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കഫ് മിക്സ്ചേഴ്സ്. ഇങ്ങനെയുള്ള നാച്ചുറലി ഉള്ള ആയുർവേദിക് കഫ് സിറപ്പുകളിലും ഹെർബൽ സിറപ്പുകളിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ ഫ്ലേവറിങ് ഏജൻറ്റ്സ്, സ്വീറ്റനിങ് ഏജൻറ്റ്. ഓൾറെഡി നമുക്കറിയാം ഇരട്ടി മധുരം എന്ന് പറയുമ്പോൾ തന്നെ 50 ടൈംസ് സ്വീറ്റർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് അതിലുണ്ട്. എന്താ അതിൻ്റെ പേര്? ഗ്ലൈസിറിസിൻ. ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് അൾസർ, അതും നമ്മൾ പറഞ്ഞതാണ്. കാർബിനോക്സലോൺ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് അതിലുണ്ട്, വിച്ച് ഹാസ് ആൻറ്റി അൾസർ ആക്ടിവിറ്റി. ആൻഡ് ആൻറ്റി സ്പാസ്മോഡിക് എന്ന് പറഞ്ഞാൽ എന്താണ്? any substance which is used to treat the pain or cramp. വയറിനൊക്കെ എന്തെങ്കിലും വയറുവേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു മസിൽ സ്പാസം കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ ആൻറ്റി സ്പാസ്മോഡിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ആൻഡ് മോർ ഓവർ ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇൻ ആർത്രൈറ്റിസ് ആൻഡ് റുമാറ്റോയിഡ് ഡിസീസസ്. ആൻഡ് ലിക്വറൈസ് ഈസ് ആൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ലിക്വറൈസ് കോമ്പൗണ്ട് പൗഡർ. ലിക്വറൈസ് ചേർന്നിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്, ഒരു ഫോർമുലേഷനാണ്, വിച്ച് പൊട്ടൻഷ്യേറ്റ് ദ ആക്ഷൻ ഓഫ് സെന്ന. ഇനി വേറൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വറൈസ് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ കോസ്മെറ്റിക് ഫോർമുലേഷൻ. നവഡേയ്സ് മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് കോസ്മെറ്റിക് ഫോർമുലേഷൻ ലിക്വറൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ നാച്ചുറൽ സ്കിൻ വൈറ്റനിങ് ഏജൻറ്റ്. ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ്സ് എ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. അപ്പോൾ സ്കിന്നിൽ ഒരുപാട് ബെനിഫിഷ്യൽ എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ലിക്വറൈസ് എക്സ്ട്രാക്റ്റ് ഒരുപാട് കോസ്മെറ്റിക് ഫോർമുലേഷൻ ലോഷൻസിൽ, ക്രീംസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി ഉള്ളൊരു സ്കിൻ വൈറ്റനിങ് ഏജൻറ്റാണ്. അത് സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു യൂസും കൂടിയുണ്ട്. എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത്രയൊക്കെയാണ് ദ മെഡിസിനൽ യൂസസ് ഓഫ് ലിക്വറൈസ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ. ഗാർലിക് നമ്മുടെ മിക്ക ഭക്ഷണ വിഭവങ്ങളിലെയും ഒരു അവിഭാജ്യ ഘടകമാണ്. പാചകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിന് രുചിയും മണവും കൊടുക്കാനും അതുപോലെ ദഹന പ്രക്രിയയൊക്കെ എളുപ്പമാക്കാനും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അതുമാത്രമല്ല, അതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അല്ലേ? വെളുത്തുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ കുറേയൊക്കെ നമുക്കറിയാം, എന്നാലും നമുക്കറിയാത്ത ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളൊരു പ്ലാന്റാണ് ശരിക്കും ഗാർലിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രൊഫൈൽ നമുക്ക് നോക്കാം. സിനോണിം ഗാർലിക് ലസൂൺ. Biological source, the drug consists of the bulb of Allium sativum, belongs to the family Liliaceae. And geographical source, Europe, Central Asia, United States and India. മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഇതും പറയേണ്ടതായിട്ടില്ല, എന്നാലും നമുക്ക് പറയാം എന്തൊക്കെയാണ്. നമ്മൾ കോമൺ ആയിട്ട് എന്നും കാണുന്നൊരു സാധനമാണ്. പിന്നെങ്കിലും എടുത്തൊന്ന് കിച്ചണിൽ പോയിട്ട് നോക്കുക എന്തൊക്കെയാണ് അതിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്നുള്ളത്. ഓക്കെ, കളർ, ഇറ്റ് ഈസ് വൈറ്റ് ടു പിങ്ക് കളർ. ഓർഡർ, ക്യാരക്ടറിസ്റ്റിക് ആൻഡ് അറോമാറ്റിക്. ടേസ്റ്റ്, അറോമാറ്റിക് ആൻഡ് പഞ്ചൻറ്റ്. സൈസ് 1.5 to 2.5 cm ലെങ്ത്. സബ് ഗ്ലോബുലാർ ഇൻ ഷേപ്പ്. ഇനി അതിൻ്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ചില കാര്യങ്ങൾ നമുക്ക് പറയാം. ഇതിൻ്റെ ഒരു ബൾബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ 3 to 5 വൈറ്റിഷ് പേപ്പറി മെംബ്രെയിനി സ്കെയിൽസ്. നമ്മൾ ആ പൊളിച്ചെടുക്കുന്ന തൊലിയില്ലേ, അത് വൈറ്റിഷ് ആണ് കളറ് ആൻഡ് പേപ്പറി ആണ്, മെംബ്രെയിനി സ്കെയിൽസ്. ആൻഡ് ദ ബൾബ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെവറൽ, അതായത് അറൗണ്ട് 8 to 20 ബൾബിൾസ് എന്ന് പറയും, ക്ലോസ്. നമ്മൾ ആ ഓരോ അല്ലികളായിട്ട് എടുത്ത് മാറ്റില്ലേ, അതിനെ നമ്മൾ ബൊട്ടാണിക്കലി പറയുന്നത് ക്ലൗസ് എന്ന് പറയും, അല്ലെങ്കിൽ ബൾബിൽസ് എന്ന് പറയും. അത് അറൗണ്ട് ഒരു ബൾബിൽ ഏകദേശം 8 to 20 അത്രയും നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് അതിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂൻസ്. ദ ചീഫ് ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂൻ്റ് ഓഫ് ഗാർലിക് ഈസ് വോളറ്റൈൽ ഓയിൽ which contain allyl disulfide, allyl propyl disulfide and diallyl disulfide, then allene, allicin. The drug also contain thioglycoside amino acid, fatty acids, flavonols, vitamins, trace elements, carbohydrates, proteins, mucilage and albumin. അപ്പോൾ ഈ സൾഫറസ് കോമ്പൗണ്ട്സ് ആണ്. വെളുത്തുള്ളിക്ക് ഒരു പ്രത്യേക സ്മെല്ലുണ്ട് അല്ലേ, അതിനൊരു നമുക്കറിയാം, അതിൻ്റെ ഒരു ഗന്ധം എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ ഈ സൾഫറസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉള്ളതുകൊണ്ടാണ് അതിന് ആ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടിയും ആ ഒരു പ്രത്യേക ഒരു അരോമയൊക്കെ വരുന്നത്. ആ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ അലൈൽ ഡൈസൾഫൈഡ്, അലൈൽ പ്രൊപ്പൈൽ ഡൈസൾഫൈഡ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ചില കോൺസ്റ്റിറ്റ്യൂൻസ് ആണ് അലീൻ, അലിസിൻ. ഇതിനൊക്കെ ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. എന്താണെന്നുള്ളത് നമുക്ക് അടുത്തത് പറയാം. ഓക്കെ,
യൂസേജ് ഓഫ് ഗാർലിക്. നമുക്കറിയാം ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് വെളുത്തുള്ളിക്ക് അല്ലേ. നമുക്കറിയുന്നതുകൊണ്ട് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ ആൻഡൽമെൻറ്റിക്, വിരശല്യത്തിന് നല്ലതാണ്. ആൻറ്റി ആസ്മാറ്റിക് പ്രോപ്പർട്ടി. ദെൻ ഇതിൻ്റെ വളരെ അധികം സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു യൂസാണ് ആൻറ്റി കൊളസ്ട്രീമിക് ആക്ടിവിറ്റി, അതായത് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവ് വെളുത്തുള്ളിക്കുണ്ട്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ LDL കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, അതായത് ചീത്ത കൊളസ്ട്രോൾ അഥവാ ബാഡ് കൊളസ്ട്രോൾ ആണ്. അപ്പോൾ ഈ ബാഡ് കൊളസ്ട്രോൾ ഉണ്ടായാലാണ് ഇപ്പോൾ ഹൃദ്രോഗം, ഹാർട്ട് ഡിസീസസ് അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, പക്ഷാഘാതം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് വന്നു കഴിഞ്ഞാൽ. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും ആത്തീരോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു രോഗാവസ്ഥ. എന്താണ് ആത്തീരോസ്ക്ലീറോസിസ്? അതായത് ഇൻസൈഡ് ദ ആർട്ടറി, നമ്മുടെ രക്തധമനികളിൽ അതായത് നാരോ ആവുന്ന, ചുരുങ്ങുന്ന ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ഡെപ്പോസിറ്റ്സ്, ഇങ്ങനെയുള്ള ഫാറ്റൊക്കെ ഒരുപാട് അക്യുമുലേറ്റ് ചെയ്തിട്ട് പ്ലേക്സ് പോലെ ഫോം ചെയ്തിട്ട് ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ബ്ലഡ് ഫ്ലോ ഉണ്ടാകാതെ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സ്ട്രോക്കിലേക്കും ഹാർട്ട് അറ്റാക്കിലേക്കുമൊക്കെ ലീഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതായത് അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഹൈ BP, ഇപ്പോൾ കൊളസ്ട്രോൾ, ഒരുപാട് നമ്മൾ ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ഇല്ലാതിരുന്നാൽ, ഒരുപാട് ഫാറ്റ്സ് ഉള്ള ഫുഡ് കഴിച്ചാൽ, ടൊബാക്കോ, ഡയബറ്റിസ്, ഒബേസിറ്റി ഒക്കെ അതിനുള്ള കാരണങ്ങളിലൊന്നാണ്. അപ്പോൾ എങ്ങനെയായാലും ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലും അങ്ങനെ ഒരുപാട് ഫിസിയോളജിക്കൽ പ്രോബ്ലംസും കൊണ്ട് മേ ബി ഒരു ആത്തീരോസ്ക്ലീറോസിസ് വരാം. അതായത് നമ്മുടെ രക്തധമനികൾ ചുരുങ്ങുന്ന ഒരവസ്ഥയാണ്, നാരോയിങ് ഓഫ് ദ ആർട്ടറീസ്. അതിനെയാണ് നമ്മൾ ആത്തീരോസ്ക്ലീറോസ് എന്ന് പറയുന്നത്. അതിന് കാരണങ്ങളിലൊന്നാണ് ഈ പറയുന്ന ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് അതിൽ അടിഞ്ഞിട്ടാണ് അതങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വെളുത്തുള്ളി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ലോവേഴ്സ് ദ ബാഡ് കൊളസ്ട്രോൾ ലെവൽ, അതായത് ഈ ബാഡ് കൊളസ്ട്രോളിൻ്റെ ലെവലിനെ ഒന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ ഫുഡാണ് ശരിക്കും വെളുത്തുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതർ യൂസസ് ലൈക്ക് ആൻറ്റി സെപ്റ്റിക് പ്രോപ്പർട്ടി, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി സ്പാസ്മോഡിക് നമ്മൾ നേരത്തെ പറഞ്ഞു. കോളഗോ വേറൊരു ആക്ഷനാണ്, അതായത് ബൈൽ പിഗ്മെൻറ്റ്സ് ഇതിൻ്റെയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പം ദഹിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഡയഫോറിറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി സബ്സ്റ്റൻസ് വിച്ച് ഇൻഡ്യൂസസ് ദ പേഴ്സ്പിറേഷൻ, വിയർപ്പ് കൂട്ടുന്നത്. ഇപ്പോൾ ആയുർവേദ ശാസ്ത്രം അനുസരിച്ചിട്ടാണെങ്കിൽ ഉഷ്ണവീര്യമുള്ള പല പദാർത്ഥങ്ങളുണ്ട്. ആ ഒരു ഗണത്തിലാണ് വെളുത്തുള്ളിനെ പെടുത്തിയിരിക്കുന്നത്. വിയർപ്പ് കൂട്ടും, അപ്പം അതിന് ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട്. ആൻഡ് ഡയൂറിറ്റിക് ആക്ടിവിറ്റി ഉണ്ട്. ഫെബ്രിഫ്യൂജ്, പനി കുറയ്ക്കും. നമ്മൾ സാധാരണഗതിയിൽ ഒരു ചെറിയ പനിയും അങ്ങനെയൊക്കെ വരുമ്പോൾ സാധാരണ വെളുത്തുള്ളി നല്ലതാണ് ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് ദ നെർവ് സിസ്റ്റം, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കോളൻ ക്യാൻസർ. വൻകുടലിൽ ഉണ്ടാകുന്ന ഒരു ക്യാൻസറാണ് കോളൻ ക്യാൻസർ. അപ്പോൾ അതിന് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അർബുദത്തിനുള്ള സാധ്യതയെ കുറയ്ക്കാൻ വെളുത്തുള്ളിക്ക് കഴിയും. ആൻഡ് പിന്നെ ഒരുപാട് ഇതിൻ്റെ ഒത്തിരി സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്. അൾഷീമേഴ്സ് ഡിസീസ്, ഡിമെൻഷ്യ, അതിനുള്ള സാധ്യതകളൊക്കെ കുറയ്ക്കുന്നത്. ബിക്കോസ് ഗാർലിക് കണ്ടെയ്ൻ മെനി ആൻറ്റി ഓക്സിഡൻസ്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റിബയോട്ടിക് പോലെ അത് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ റെഗുലറായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു സാധനമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. പച്ചക്കായിട്ടായാലും അല്ലെങ്കിൽ ഫുഡിലൂടെ ആയാലും നമ്മൾ വെളുത്തുള്ളി കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. സോ ഇറ്റ്സ് എ സൂപ്പർ ഫുഡ്. ദെൻ എക്സ്പെക്ടോർ ആൻഡ് വൂപ്പിംഗ് ഓഫ് ഗാംഗ്രീൻ ഓഫ് ദ ലങ്, അതർ യൂസസ് ആണ്. ഗാംഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റെയർ കോംപ്ലിക്കേറ്റഡ് ലങ് ഇൻഫെക്ഷനാണ്. അപ്പോൾ ഈ റെസ്പിറേറ്ററി ട്രാക്കിൽ ഉണ്ടാകുന്ന പല ഇൻഫെക്ഷൻസിനെയും വെളുത്തുള്ളി കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പം മൊത്തത്തിൽ വളരെ നമുക്ക് എന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്, ഔഷധ ഗുണമുള്ള ഒരു ഇതാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. ഇതിലുള്ള ഈ ഒരു സൾഫർ കോമ്പൗണ്ട്സ് ആണ്, മെയിൻലി അലിസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് അതിന് ഔഷധ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗാർലിക്. Shankapushpi. Shankapushpi is an Ayurvedic drug widely used for its action on the central nervous system, especially to improve the intellect and boost memory. According to the Ayurvedic Pharmacopoeia of India, Shankapushpi consists of the whole plant of Convolvulus pluricalis, belongs to the family Convolvulaceae, and the plants other than Convolvulus pluricalis use the name of Shankapushpi in different parts of the country, which include Evolvulus alsinoides, Clitoria ternatia, and Canscora decussata. And these sources of Shankapushpi are considered by the Indian practitioners on the basis of their morphological description given in ancient text. അതായത് ഈ 4 സ്പീഷീസ് ഇന്ത്യയിൽ ത്രൂ ആയിട്ട് ശംഖുപുഷ്പി എന്ന പേരിൽ അറിയപ്പെടും. നമ്മുടെ നാട്ടിലുള്ള ശംഖുപുഷ്പി ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിനി അടുത്ത സ്ലൈഡിലേക്ക് വരുമ്പോൾ അത് കാണും. അപ്പോൾ ആയുർവേദിക് ഫാർമക്കോപ്പി പറയുന്നത് കൺവോൾവുലസ് പ്ലൂരിക്കോളിസ് ആണെന്നാണ്. ബട്ട്
ഒരുപാട് പ്രാക്ടീഷണേഴ്സ് ഈ 4 സ്പീഷീസും അതിൻ്റെ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ശംഖുപുഷ്പി. അതിലാദ്യം കാണുന്നതാണ് ഇവോൾവുലസ് സാൽസിനോയിഡ്സ്. നമ്മുടെ നാട്ടിൽ വിഷ്ണുക്രാന്തി എന്ന് പറയും, ദശപുഷ്പങ്ങളിൽ പെടുന്നതാണ്. ആൻഡ് അനദർ വൺ കൺവോൾവുലസ് പ്ലൂരിക്കോലസ്. ഇതാണ് ആയുർവേദിക് ഫാർമക്കോപ്പിയയിൽ പറഞ്ഞിരിക്കുന്നത്, വെളുത്ത പൂക്കളുള്ളത്. ദെൻ ക്യാൻസ്കോറ ഡിക്കസേറ്റ വേറൊരു സ്പീഷീസാണ്. ഇനി കേരളത്തിലെ ഫിസീഷ്യൻസ് ശംഖുപുഷ്പിയായിട്ട് കൺസിഡർ ചെയ്യുന്നത് താഴെ കാണുന്നതാണ്. അതായത് ക്ലിറ്റോറിയ ടെർനേറ്റിയ എന്ന് പറയുന്ന സ്പീഷീസാണ്. ബ്ലൂ കളറിലും അതേപോലെ വൈറ്റ് കളറിലുള്ള പൂക്കളുള്ളത്. നമ്മുടെ നാട്ടിൽ അത്രയും നമുക്കറിയുന്നതാണ്. നമ്മൾ മെഡിസിനൽ ഗാർഡനിൽ ഉണ്ട്, അതേപോലെ വീടുകളിൽ ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടൊക്കെ നമ്മൾ വളർത്തുന്നതാണ് ക്ലിറ്റോറിയ ടെർനേറ്റ. ശംഖുപുഷ്പം എന്നാണ് നമ്മൾ മലയാളത്തിൽ സാധാരണ പറയാറ്. സോ ഈ 4 സ്പീഷീസും ത്രൂ ഔട്ട് ഇന്ത്യ ഇറ്റ് ഈസ് കൺസിഡർ എസ് ശംഖുപുഷ്പി. ആൻഡ് അക്കോർഡിംഗ് ടു ദ ആയുർവേദിക് ഫാർമക്കോപ്പിയ ശംഖുപുഷ്പി എന്ന് പറയുന്നത് ഏതാണ്? കൺവോൾവുലസ് പ്ലൂരിക്കാലിസ്. അതാണ് സെൻറ്ററിൽ കാണുന്നത്. ഓക്കെ, ബട്ട് ഇത് 4 യൂസ് ചെയ്യാറുണ്ട്. So let's discuss the profile for Convolvulus pluricalis. Synonym Shankhupushpa Vishnukranth. Biological source: the drug consists of the whole plant of Convolvulus pluricalis and it belongs to the family Convolvulaceae. And it's a procumbent shrub. Stem is woody at the base, 10 to 30 cm long, and the leaves are 2.5 to 3 cm long, linear, lanceolate, and acute in shape. Then hairy on both sides, light in color. Flowers are small, funnel shaped, light pink or white color, and the fruits are globose. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. Chemical constituents: it contain alkaloid, Shankhupushpine, convolvine, convolamine. Entria contain then volatile oil and fatty acids, camphorol and its 3-glucoside, beta-sitosterol, alpha-sitosterol, convolvulasoic acid, cycloconvolvulasoic acid, and carbohydrates. And it is used as a brain tonic, used in hypertension, anxiety, and epilepsy, and also used as a tranquilizer. Tranquilizer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള ഏജൻസിനെയാണ്. മലയാളത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചിത്തഭ്രമം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്ന ആയുർവേദത്തിലൊരു റെമഡിയാണ് ശരിക്കും ശംഖുപുഷ്പി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇറ്റ്സ് എ ഡ്രഗ് വിച്ച് ഈസ് ആക്ട് ഓൺ നെർവ് സിസ്റ്റം. നെർവ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ കാറ്റഗറിയിലാണ് ശംഖുപുഷ്പിയുടെ എല്ലാ വെറൈറ്റീസും തന്നെ വരുന്നത്. ഓക്കെ, ദെൻ മാർക്കറ്റഡ് ഫോർമുലേഷൻസ്: ബ്രഹ്മീകൃതം, ശംഖുപുഷ്പി കൽപ്പ, ആൻഡ് അബാന ക്യാപ്സ്യൂൾസ്. So that's all about the profile for Shankhupushpi. Thank you.